എത്തരത്തിലൊക്കെയാണ് അലർജി ഉണ്ടാവുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വഴി പലർക്കും പലതരത്തിലുള്ള ഭക്ഷണങ്ങളോടാണ് അലർജിക് ആയിട്ട് കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ അകത്തേക്ക് കഴിക്കുന്നത് വഴി അല്ലെങ്കിലോ ശ്വസിക്കുന്നത് വഴി ഇപ്പം പലതിന്റെയും പൂമ്പൊടിയൊക്കെ ശ്വസിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഡസ്റ്റ് അലർജി ആയിട്ടുള്ളവരുണ്ട് അല്ലെ, അതേപോലെ തന്നെ സ്കിൻ അലർജിയും ഉണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെയാണ് അലർജീസ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് ശരിക്കും അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആന്റി അലർജിയിൽ വളരെ വിശദമായിട്ട് അലർജി പറഞ്ഞതായിരുന്നു. അപ്പം എന്നാലും നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ് അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും ശരീരത്തിന് ബാഹ്യമായിട്ടുള്ള, ശരീരത്തിന് പുറമേ ഉള്ള ഒരു വസ്തുവിനോട് ശരീരത്തിന്റെ അസാധാരണമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അലർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരീരത്തിനും ശരീരത്തിന്റെ പുറത്തുള്ള ഒരു വസ്തുവിനോടുള്ള ഒരു പൊരുത്തക്കേട്, അത് ഒത്തുപോകുന്നില്ല, അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അലർജി എന്ന് പറയുന്നത്. അതൊരു രോഗപ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യത്തെ ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം അതിൽ തന്നെ ഉള്ളതാണ് മാസ്റ്റർ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ വാച്ച്മാൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ, വാച്ച്മാൻ എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ് ഒരു വാച്ച്മാന്റെ ഡ്യൂട്ടി? എന്താണ് അല്ലെ, വളരെ സൂക്ഷിച്ചിട്ട് ഓരോ ആൾക്കാരെയും നിരീക്ഷിച്ചിട്ടാണ് ഇപ്പം വീട്ടിലായിക്കോട്ടെ അല്ലെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഈ ആള് ഹാനികരമായിട്ടുള്ള ഒരാളാണോ അതോ പരിചയമുള്ള ഒരാളാണോ എന്നൊക്കെ നോക്കിയതിനു ശേഷമാണ് ഒരു വാച്ച്മാൻ അകത്തേക്ക് വിടുന്നത്. അതേപോലത്തെ കർമ്മമാണ് നമ്മുടെ ശരീരത്തിൽ മാസ്റ്റർ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ ചെയ്യുന്നത്. പലതരത്തിലുള്ള പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമാകുമോ അതോ ശരീരത്തിന് നല്ലതാണോ എന്നൊക്കെ നോക്കിയതിനു ശേഷം മാത്രമാണ് ശരീരത്തിന്റെ അകത്തേക്ക് കയറ്റിവിടുന്നത്. ഈ ദോഷമാണ് എന്ന് ശരീരത്തിന് തോന്നുകയാണ് എന്നുണ്ടെങ്കിലാണ് മാസ്റ്റർ സെൽസ് പൊട്ടിയിട്ട് എന്ത് റിലീസ് ചെയ്യുന്നത്? ഹിസ്റ്റാമൈൻസിന്റെ റിലീസ്, ഹിസ്റ്റാമൈൻസ് പുറത്തേക്ക് തള്ളിവിടുന്നത്. അപ്പം ഹിസ്റ്റാമൈൻസിന്റെ റിലീസ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഹിസ്റ്റാമൈൻസ് ആണ് അലർജിക് റിയാക്ഷൻസിന് കാരണം. അലർജിക് റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ ഉണ്ടാവും? കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ശരീരം ഒട്ടാസകലം ചൊറിച്ചിൽ വരാം, അല്ലെങ്കിൽ ചുമന്ന് തടിച്ചിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹിസ്റ്റാമൈൻസിന്റെ റിലീസിനോട് കൂടിയിട്ടായിട്ടും പാടില്ല.